ഹായ് ഫ്രണ്ട്സ്, ഇലക്ട്രോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഇന്നൊരു 700 അടി ആഴമുള്ള കിണറിലേക്ക് നമ്മളൊരു ബോർവെൽ ഇറക്കാം. ബോർവെൽ മോട്ടറേ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കോളം പൈപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. 1 ഇഞ്ച് കോളം പൈപ്പാണ്. പിന്നെ ഇതാണ് നമ്മളെ ബോർവെല്ലിൽ എടുക്കേണ്ടത് വയറ്, കോളം പൈപ്പ് ബാക്കി, പിന്നെ നമ്മളെ റോപ്പ് ഉണ്ട്. ഇവിടെ CRIന്റെ 3 HP 3 ഫേസ് മോട്ടറാണ്. പൊന്തിച്ചോളൂ എടുത്തുള്ളൂ. അപ്പോൾ അതിപ്പോൾ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇനി ഇതിൽ വാട്ടർ നിറയ്ക്കണം, പിന്നെ കണക്ഷൻ കൊടുക്കണം, ഇത് സെറ്റാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് റെഡിയാക്കി കൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് തുറക്കാണ്, മോട്ടർ പുറത്തെടുക്കാട്ടോ. ഉള്ളിന്ന് വാട്ടർ കൂളാണ്. ഓയിൽ കൂള് ഇത്ര ആയുള്ള കിണറ്റിലൊന്നും ഓയിൽ കൂള് വലിയ ബെറ്റർ അല്ല. അതുകൊണ്ടാണ് നമ്മൾ വാട്ടർ കൂള് ചെയ്തത്. ഓക്കെ. അപ്പൊ വാട്ടർ ഫില്ല് ചെയ്യാണ് ഇപ്പൊ ഇതില്. എയർ ഉണ്ടാവും. അത് വാട്ടർ ഒഴിച്ചു ഫില്ലായി. അപ്പൊ വെള്ളം നമ്മൾ ഒഴിക്കുന്ന മുന്നേ തന്നെ അവരെ ഒഴിച്ച് ചെക്ക് ചെയ്താണ്. അതാണ് ഇപ്പൊ വെള്ളം ഉണ്ടായി. ഓക്കെ. ഫുള്ളാണ്. അപ്പൊ നമ്മൾ പിറ്റ് ബാക്കിയുള്ളൊക്കെ അത് റെഡിയാക്കി. ഇനി ഇത് സ്ക്രൂക്കെ ടൈറ്റ് ആക്കിയാലേ ഇത് ചെക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, നോക്കട്ടോ. നമ്മളെ മോട്ടറിന്റെ ഒക്കെ ഒരു ഹൈറ്റ് ഇന്നകാട്ടി വലുപ്പുണ്ട്. CRI 3 HP വയറാണ് ഉണ്ടാ അതുണ്ടാ. അപ്പൊ ഇനി 3 HP 3 ഫേസ് മോട്ടർ കേട്ടോ. നമ്മളെ എല്ലാം അങ്ങോട്ട് തങ്ങി കൊണ്ടുപോവാ. പിടിച്ചോ. ചേനുണ്ടാവും. തോന്നിച്ചോളേ കൂടെ പോട്ടെ. ഇതിലെ പോട്ടെ. 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 ഞാക്കാ വിട്ടൂടി. വെള്ളം പോയി അല്ല അവിടെ എത്തോളൂ. അവിടെ എത്തോളൂ. നമ്മളെ പരിപാടികൾ എന്ന് വെച്ചാല് ഇത് കണക്ഷൻ ആക്കണം. അതിന്റെ കട്ടർ ഇതൊക്കെ ലബൂല ഇത് മാറ്റണം നമുക്ക്. ഈ പൈപ്പേ ഓരോരോ ബെൻഡായാലേ കണക്ഷൻ കൊടുത്ത് ചെക്ക് ചെയ്തിട്ട് ഇറക്കാം. അതിന്റെ കണക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കാട്ടോ. സപ്പോർട്ട് ചെയ്യുമ്പോൾ കയറിക്കാണ്. ഒരെണ്ണക്കാട്ട് ഉയരമുള്ളതുകൊണ്ട് ഇപ്പൊ ഇത് ഉള്ളിപ്പിക്കണ്ട ഇറക്കി കിട്ടണം. 700 അടി. പൈസ കിട്ടാൻ നമ്മൾ തന്നെ തയ്യാർ ചെയ്ത ഒരു ടൂളാണ് കേട്ടോ.
എന്ത് പേരിട്ടും വിളിക്കുക. അടുത്തതായിട്ട് കുളം പൈപ്പ് ഇട്ടാക്കാം. കയറട്ടെ നോക്കാല് നമ്മളിത് ഇറക്കണ്ട കഴിയാ കപ്പോളിന്റെ ആ കാലിന്റെ അടി കൂടി വയറെടുത്ത് നോക്കില്ല. നിങ്ങൾ എന്ത് ചെയ്യോ നേരോട് പറ്റുമോ അങ്ങനെ പോട്ടെ അങ്ങനെ പോട്ടെ 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 അവിടെ ഇങ്ങോട്ട് പോട്ടെ അവിടെ പോട്ടെ. ഞാനോടൊക്കെ പറയണ്ടാവോ പറഞ്ഞാല് വീട്ടിൽ പറ്റില്ല. ബാഗിലുണ്ട് പട്ട ഉണ്ടാക്കി ഗവൺമെന്റ് കെട്ടിന് പറയും. ഞാൻ ഒരു ബക്കറ്റിന് ലേശം വെള്ളം കൊണ്ടേക്കുന്നത് കേട്ടോ. അതിന് പണിയുണ്ട്. ടയറൊക്കെ ഉണ്ടാവും വീട്ടില്ല ടയർക്ക്. എത്ര അടി കഴിഞ്ഞു? 300 അടി 3 മീറ്റർ ആരും പറഞ്ഞത്. കത്തില്ല ഉറപ്പായിട്ട് കളി ഉണ്ടായി. ഇതാണ് നമ്മള് വെള്ളത്തിൽ ആദ്യം നമ്മൾ ഈ ത്രെഡ് ഒന്ന് മുക്കി കൊടുക്കുക. നമുക്ക് അപ്പൊ നമ്മള് ആ ഫസ്റ്റ് കോളം നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ ഇറക്കാൻ പോവാണ്. 21 kg ആയിട്ട് നമ്മള് കുളം പൈപ്പ് ഇറക്കട്ടെ പോട്ടെ. അപ്പോൾ 21 kg പൈപ്പാണ്. ഇതൊന്ന് തേങ്ങ പൈപ്പുള്ളതിന് തേങ്ങ വയറും പൈപ്പും കൂടി കൂട്ടിട്ട് തേങ്ങ പോട്ടെ ഇറങ്ങട്ടെ പോട്ടെ 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 അവിടെ കേട്ടെ.
നമ്മള് നോക്ക് കയറ് നോക്കാൻ കണ്ടോ വേടും ടൈറ്റിൽ പിടിച്ചാൽ മതി വേറെ കണ്ട നേരത്തെ പോയിന്റ് ചെയ്ത് അപ്പൊ അടുത്ത കോളം കോളം എടുക്കുന്നു വെള്ളത്തിൽ നിൽക്കുന്നു വീണ്ടും തിരിച്ചു ടൈറ്റിന് വേണ്ടി നമ്മള് വെള്ളത്തിൽ നോക്ക് ചായ കടിക്കാം കട്ടേണ്ട ആവശ്യമൊന്നുമില്ല ശരി ആയിട്ടില്ല അറിയട്ടെ നമ്മള് ലോക്ക് കിട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മളെ പൈപ്പ് ഇറക്കുന്ന പരിപാടി കുറച്ച് കഷ്ടപ്പാടാണ് കിടക്കുന്ന 2 കെട്ട് അവിടെ ഇറങ്ങണം ഈ കാണുന്ന വയറും ഈ വയറും ഉള്ളിൽ ഇറങ്ങാനുള്ള എങ്ങോട്ടെ പോകട്ടെ പോകട്ടെ താഴട്ടെ പോട്ടെ അവിടെ എടുക്കട്ടെ നോക്ക് അപ്പൊ ഇത് നമുക്ക് ഈ ഒരു 20 ലെങ്ത് പൈപ്പും കൂടി ഇറങ്ങാണ്ട് കുറച്ചേരം റെസ്റ്റിൽ ഞങ്ങൾക്ക് ക്ഷീണിച്ച് കെട്ടിട്ട് ഇറക്കാം നോക്കിട്ട് ഇങ്ങനെ ഇരിക്കണേ അപ്പൊ കൂടി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഇതാക്കാം. അപ്പൊ ചങ്ങന്മാരെ ലാസ്റ്റത്തെ പൈപ്പാട്ടാ അതിന്റെ ഇറങ്ങാൻ പോണേ ലാസ്റ്റത്തെ പൈപ്പ് ഇറങ്ങാണ് ഇപ്പൊ സമയം 7 മണി ഇനി പറഞ്ഞാൽ ലൈറ്റും എല്ലാം കിട്ടൂല നമുക്കിത് ഇറക്കിയിട്ട് പകല് അതിന്റെ ബാക്കി നമുക്ക് എടുക്കട്ടോ ചിലപ്പോൾ തറക്കുക അത് ആ തീരെ അതുകൊണ്ട്
അപ്പോൾ നമ്മളിന്നലെ ഇറക്കി കഴിഞ്ഞ ഇന്നലെ രാത്രി ആയിക്കണേ സമയം. പിന്നെ അത് ഇറക്കി ഇറക്കി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചാലുവാക്കിയത് തൽക്കാലം ടെമ്പററി ആയിട്ട്. പിന്നാണ് ഞങ്ങളത് ഫുള്ള് ക്ലിയർ ചെയ്ത്. പാനലില്ല, നമ്മൾ 3 ഫേസ് ആയതുകൊണ്ട് പിന്നെ ഡ്യുവൽ സ്റ്റാർട്ടറാണ് വരിക. അപ്പോൾ അത് എങ്ങനെ ഒട്ടുന്നുള്ളതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണിപ്പോൾ നമ്മളെ അവിടെ നിന്ന് വന്ന DB. ഇതിൽ RCCB ഇല്ലാന്ന് വിചാരിക്കേണ്ടത്, RCCB ഉള്ള DBന്ന് വരികയാണ്. അപ്പോൾ കുറച്ച് അപ്പുറത്താണ് DB. നമ്മൾ ഇവിടെ ഒരു കൺട്രോളിന് വേണ്ടിയിട്ട് മാത്രം ഒരു 4-പോൾ ഐസൊലേറ്ററും പിന്നെ ഒരു MCB വെച്ചാണ്, 2-പോൾ MCB വെച്ചാണ്. ഇതാണ് നമ്മളെ ഡ്യുവൽ സ്റ്റാർട്ടർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കണക്ഷനൊക്കെ ആയി. നമ്മളൊന്ന് ഓണാക്കി നോക്കല്ലേ. ഓണായിട്ടുണ്ട്. വെള്ളം ഓക്കെ, വെള്ളം ചാടി. 80 അടിയാണ് നമ്മളെ കിണറുള്ളത്. 800 അടി കിണർ. അപ്പോൾ അത് ഞങ്ങൾ 30 അടി പൊന്തിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല താഴ്ചയിലാണ് കിണറുള്ളത്. ഇപ്പോൾ വെള്ളമൊക്കെ ഞങ്ങൾ ചാർജ് ചെയ്ത് വെള്ളം സ്റ്റാർട്ടാക്കി വിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടോ. വരെ ഇനിയിപ്പോൾ അടുത്ത പണികൾ. അപ്പോൾ ഞങ്ങൾ പമ്പിൻ്റെ വർക്ക് കഴിഞ്ഞു, ഇന്നലെ ഇറക്കി. ഇന്നത്തോടെ ഫുള്ള് കംപ്ലീറ്റ് വർക്ക് ഇതിൻ്റെ തീർന്ന്. ഇന്നടിച്ചാണ് ഇതൊക്കെ, എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.